പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. 2047ഓടെ വികസിത ഭാരതത്തിനായി വികസിത സംസ്ഥാനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. UN രക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരായ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. അറബിക്കടലിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങി എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും വ്യാപമഴയ്ക്കും കാറ്റിനും സാധ്യത. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അടുത്ത മാസം തുടങ്ങുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചു. നന്ദി, നമസ്കാരം.